എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിൻ്റെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടകത്തിൻ്റെ തണുപ്പിനെ ചെറുക്കാനും ശരീരത്തിൻ്റെ ദഹനാഗ്നിയെ ഉണർത്താനും ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഒട്ടും ഗുണം ചോർന്നു പോകാതെ വീട്ടിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. നവരയരി നന്നായി കഴുകി വൃത്തിയാക്കുക. ചുക്ക്, കുരുമുളക്, ജീരകം, അയമോദകം എന്നിവ ചെറുതായി ചതച്ചെടുക്കുക. ഒരു മൺചട്ടിയിലോ പാത്രത്തിലോ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കഴുകിയ അരിയും ചതച്ചുവെച്ച മരുന്നുകളും ഉലുവയും ആശാളിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിക്കുക. അരി പകുതിയിലധികം വെന്തു വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2ാം പാലും ദശപുഷ്പങ്ങളുടെ നീരുമൊഴിച്ച് ചെറിയ തീയിൽ വീണ്ടും വേവിക്കുക. കഞ്ഞി നന്നായി കുറുകി വരണം. കഞ്ഞി പാകത്തിന് വെന്ത് പാകമാകുമ്പോൾ ആവശ്യത്തിന് കല്ലുപ്പും തേങ്ങയുടെ 1ാം പാലും ചേർക്കുക. ഇത് ചേർത്ത ശേഷം തിളപ്പിക്കരുത്. ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ അടുപ്പിൽ നിന്ന് വാങ്ങാം. ഒരു ചെറിയ പാനിൽ പശുവിനെ ചൂടാക്കി ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് പൊൻനിറമാകുന്നതുവരെ മൂപ്പിച്ച് കഞ്ഞിയിലേക്ക് ഒഴിക്കുക. ഈ കഞ്ഞി വൈകുന്നേരം അത്താഴത്തിന് പകരമായി ചൂടോടെ കുടിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. ഔഷധക്കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ഭക്ഷണങ്ങൾ, തണുത്ത വെള്ളം, എണ്ണ പലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ മരുന്നിൻ്റെ പൂർണ്ണ ഗുണം ശരീരത്തിന് ലഭിക്കൂ. ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഔഷധക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ കഞ്ഞിക്ക് പൂർണ്ണത നൽകുന്നത് നമ്മുടെ തൊടിയിൽ വളരുന്ന 10 വിശിഷ്ട പുഷ്പങ്ങളുടെ നീരാണ്. ഏതൊക്കെയാണ് ആ ദശപുഷ്പങ്ങളെന്നും അവയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വിശദമായി പരിചയപ്പെടാം. കാത്തിരിക്കുമല്ലോ.